ഇന്നത്തെ റെസിപ്പി പഴുത്ത ചക്ക കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്. പഴുത്ത ചക്ക ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. അതിനാവശ്യമായ നട്സാണ്. ചക്കയുടെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ചെറിയ പീസായിട്ട്. വരിക്ക ചക്കയാണ്, പഴം ചക്കയാണ്. വരിക്ക ചക്ക കിട്ടാത്തതുകൊണ്ടാണ്. പാന് ചൂടായി നമ്മുടെ നട്സൊക്കെ എടുത്ത് കോരി മാറ്റി വെച്ച് അതേ പാനിൽ തന്നെ നമ്മുടെ ചക്കക്കുരു വേവിച്ചത് വിട്ട് നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ബെല്ലം ഇടുക. ബെല്ലം ഉരുക്കിയതിന് ശേഷം തേങ്ങയും ഏലക്കയും ഇട്ട് നല്ലോണം മിക്സ് ആക്കുക. നല്ലോണം മിക്സ് ആയതിനു ശേഷം നട്സൊക്കെ പൊരി വെച്ചതിൽ അതൊക്കെ മാറ്റി അതിലേക്ക് ഇടുക. എല്ലാം ഇട്ടതിന് ശേഷം അരിപ്പൊടി ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. വറുത്ത അരിപ്പൊടിയാണ്. ഇനി ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ഗ്യാസ് ഓഫ് ആക്കുക. ഇനി മാവ് തയ്യാറാക്കുക. പതുക്കുന്ന വെള്ളത്തിൽ നെയ്യും ഉപ്പും ഇട്ട് കൊഴിച്ച് വെച്ചതാണ്. അതിലേക്ക് തേങ്ങാക്കൊത്ത് വറുത്തതുകൊണ്ട് ഇനി ഇതേപോലെ ബോൾസ് ആക്കിയതിന് ശേഷം നമ്മുടെ ചക്കക്കൂട്ടൻ അതിൽ വെച്ച് നല്ല ബോൾസ് രൂപത്തിലേക്ക് ഉരുട്ടിയെടുക്കുക. ഒരു ഇല എടുക്കുക, അതിൻ്റെ നടുവിൽ വെച്ച് കിഴി പോലെ കെട്ടുക. ആവിയിലിട്ട് വേവിക്കുകയാണ് വേണ്ടത്. ഇതിലുള്ള തേങ്ങാക്കൊത്തും ഇലയെല്ലാം മുറിച്ചുന്നത് എൻ്റെ മകനാണ്. അവന് ചെറിയൊരു ഹെൽപ്പ് ചെയ്തിന്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കിഴിയാക്കാൻ കാരണം അഞ്ചരക്കണ്ടി സ്കൂളിൽ ചക്കദിന ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ മകൻ പങ്കെടുത്തു. അവനാണ് സ്കൂൾ വക ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. വളരെ സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കിഴിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ചരി കൊണ്ട് പൊടിച്ച പൊടിയാണ് ഇത്. അങ്ങനെ കിഴിയായി ഒന്ന് ഞാൻ എടുത്തു നോക്കിയതാണ്. നല്ല ചൂടുണ്ട്, നല്ല ആവി പോകുന്നത് കാണുന്നില്ല. ബാക്കി വരുന്ന ചക്കക്കൂട്ടൻ പ്ലേറ്റിൽ നെയ്യ് ഒഴിച്ച് ഇതേപോലെ ആക്കി ചക്ക ദിനത്തിൽ പരിപാടിയിൽ പങ്കെടുത്ത മക്കളാണ് ഇതൊക്കെ.